കുറുവ സംഘത്തിലെ കുപ്രസിദ്ധ മോഷ്ടാവും ഏറ്റവും അപകടകാരിയുമാണ് കട്ടുപൂച്ചൻ എന്ന രാമനാഥപുരം സ്വദേശി. മോഷണത്തിനിടെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്നതാണ് ഇയാളുടെ രീതി. ആലപ്പുഴ മണ്ണഞ്ചേരിയെ വിറപ്പിച്ച കുറുവ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസിന് കട്ടുപൂച്ചനെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളുടെ കൂട്ടാളികളെല്ലാം അറസ്റ്റിലായപ്പോഴും പോലീസിന് അയാൾ പിടികൊടുത്തില്ല. ഒടുവിൽ മണ്ണഞ്ചേരി പോലീസ് മധുരയിൽ നിന്ന് കട്ടുപൂച്ചനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2012 കവർച്ചാ കേസിൽ പിടിയിലായ കട്ടുപൂച്ചൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും കുറുവ സംഘത്തിനൊപ്പം ചേരുകയായിരുന്നു. നാടിനെ ആശങ്കയിലാക്കിയ കുറുവ സംഘാംഗങ്ങളെ ഒന്നൊന്നായി പിടികൂടി അവസാന കണിയിലേക്കെത്തി സംസ്ഥാന പോലീസിന് അഭിമാനമാവുകയാണ് മണ്ണഞ്ചേരി പോലീസ്. കഴിഞ്ഞ നവംബർ മുതൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മോഷണ പരമ്പരയിലെ അവസാന കണ്ണിയാണ് കട്ടുപൂച്ചൻ, ഏറ്റവും അപകടകാരിയായ കുറുവ സംഘാംഗം. 2012 മാരാരിക്കുളത്ത് അമ്മയെയും മകളെയും വീട്ടിൽ കയറി ഉപദ്രവിച്ച് മോഷണം നടത്തിയ കേസിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ പിടിയിലാകുന്നത്. ആ കേസിൽ 18 വർഷം കഠിന തടവാണ് കട്ടുപൂച്ചന് ലഭിച്ചത്. പിന്നീട് കോവിഡ് കാലത്ത് ഇയാൾ ശിക്ഷാ ഇളവ് ലഭിച്ച് പുറത്തിറങ്ങി. എന്നാൽ വീണ്ടും കട്ടുപൂച്ചൻ മോഷണത്തിൽ സജീവമാവുകയായിരുന്നു. പുന്നപ്രയിൽ വീട് കയറി 2.5 പവൻ മോഷ്ടിച്ചു. രക്ഷപ്പെടുന്നതിനിടയിൽ പിടിക്കാൻ ശ്രമിച്ച കളരിയഭ്യാസിയായ യുവാവിനെ ആക്രമിച്ച് മൂക്കിന്റെ പാലം തകർത്തു. അതീവ ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിയാണ് കട്ടുപൂച്ചനെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. സന്തോഷ് സെൽവം ഉൾപ്പെടെ ആലപ്പുഴയിലെത്തിയ മുഴുവൻ കുറുവ സംഘാംഗങ്ങളെയും മണ്ണഞ്ചേരി സിഐ ടോൾസന്റെ നേതൃത്വത്തിലുള്ള ടീം അതിസാഹസികമായാണ് പിടികൂടിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള ഈ പ്രതി, അതായത് കട്ടുച്ചൻ എന്നറിയപ്പെടുന്ന ഈ പ്രതി, ഇയാൾ 18 വർഷത്തോളം ഇയാൾ കഠിന നടപടി ശിക്ഷിച്ച ഒരു കേസുണ്ടായിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഇളവ് നൽകി അദ്ദേഹത്തെ അയാളെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇതും വളരെ സാഹസികമായിട്ട് ആണ് അവിടെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി മണ്ണഞ്ചേരി പോലീസ് വീണ്ടും സംസ്ഥാനത്തിന് ആശ്വാസം പകരുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ കുറുവ ഓപ്പറേഷനിൽ ഉൾപ്പെട്ട പ്രതികളെ, നവംബറിൽ ഭീതി പടർത്തിയ പ്രതികളുടെ അവസാന കണ്ണി എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണമാണ് കട്ടുപൂച്ചന്റെ രീതി. ആലപ്പുഴയിൽ നിന്ന് ഇയാൾ കോട്ടയത്തും തൃശൂരും എത്തിയിരുന്നു. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് പിടികൂടാനായത്. തമിഴ്നാട്ടിൽ നിലവിൽ 2 കേസുകളുണ്ട്. കഴിഞ്ഞ 26 മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കട്ടുപൂച്ചൻ ഇന്നലെ പിടിയിലാകുന്നത്. മണ്ണഞ്ചേരി സിഐ ടോൾസനെ കൂടാതെ ASI ഉല്ലാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജഗദീഷ്, ഷൈജു, രജീഷ് എന്നിവർ ഉൾപ്പെടുന്നതായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് ടീം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.